മഹാഭാരത യുദ്ധം പരാമർശിക്കുമ്പോൾ അതിലേറ്റവും തിളക്കമുള്ള വേർഡ് അഭിമന്യു എന്നുള്ളതായിരിക്കും. ഏറ്റവും തിളക്കമുള്ള ഏടും അഭിമന്യുവിൻ്റെ കഥ പരാമർശിക്കുന്നിടത്തായിരിക്കും. കേവലം 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ കുരുന്നു ബാലൻ കാണിച്ചു കൂട്ടിയ വീരശൂര പരാക്രമങ്ങളുടെ കഥ, തുടർന്ന് അദ്ദേഹത്തിന് സംഭവിക്കുന്ന വീരമൃത്യുവിൻ്റെ കഥ, തുടർന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള അർജുനൻ്റെ പ്രതിജ്ഞ, അടുത്ത അസ്തമയത്തിന് മുമ്പ് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ മരണത്തിനിടയാക്കിയവരെ വകവരുത്തുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ആ പ്രതികാരത്തിൻ്റെ കഥ, അതാണ് ചക്രവ്യൂഹത്തിൻ്റെ കഥ അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ കഥ. നമ്മളിന്ന് നോക്കുന്നത് ഈ ചക്രവ്യൂഹത്തിൻ്റെ അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്ത പ്രതികാരത്തിൻ്റെ കഥയാണ്. നമുക്ക് നോക്കാം മഹാഭാരതത്തിലെ ആ തിളക്കമുള്ള ഏട്. യുദ്ധം തുടങ്ങി 13ാമത്തെ നാളായിരിക്കുന്നു. ഭീഷ്മർ ശരശയിൽ കിടക്കുകയാണ്. ദ്രോണരാണ് കൗരവരെ നയിക്കുന്നത്. അപ്പോൾ ദ്രോണരുടെ കുടിലിലേക്ക് അല്ലെങ്കിൽ കൂടാരത്തിലേക്ക് ദുര്യോധനൻ വരുന്നുണ്ട് ദ്രോണരെ കാണാൻ വേണ്ടിയിട്ട്. അത് ശകുനിയുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ്. ദ്രോണാചാര്യരുടെ യുദ്ധതന്ത്രങ്ങൾ എവിടേക്കോ പഴയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു ശങ്ക ദുര്യോധനൻ്റെ കൂടാരത്തിലൊരു ചർച്ചയായി മാറുന്നു. ആ ചർച്ചയുടെ ബാക്കിയായിട്ടാണ് ദുര്യോധനൻ ദ്രോണാചാര്യരെ കാണാൻ വരുന്നത്. അപ്പോൾ ദ്രോണാചാര്യരെ കാണാൻ വന്നിട്ട് ദുര്യോധനൻ പറയുന്നത്, അങ്ങയുടെ അരുമ ശിഷ്യനായിട്ടുള്ള അർജുനനെ വകവരുത്താനുള്ള പല സാധ്യതകളും മുന്നിൽ വന്നിട്ടും പല സാഹചര്യങ്ങളും മുന്നിൽ വന്നിട്ടും അങ്ങ് അദ്ദേഹത്തെ കൊല്ലാതെ വിടുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളം ലാളനയും സ്നേഹവും കൊടുത്ത് വളർത്തിയ അരുമ ശിഷ്യനാണ് എന്ന് എല്ലാവർക്കും ലോകത്തിന് മൊത്തം അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തെ കൊല്ലാതെ വിടുകയാണോ എന്ന് സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം കത്തി കൊണ്ട് നെഞ്ചത്ത് കുത്തിയാലെന്ന പോലെയുള്ള വാക്കുകൾ കൊണ്ട് പ്രകരിച്ചിട്ട് അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ദ്രോണാചാര്യർക്ക് അത് വലിയ അപമാനമായി തീരുന്നു. കാരണം തന്നെക്കാൾ മികച്ചവനാണോ തൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ അർജുനൻ എന്നുള്ള തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. കാരണം തലേന്ന് അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയ നേരത്തെല്ലാം ഇദ്ദേഹമാണ് പരാജയപ്പെടുന്ന കാഴ്ച കണ്ടിട്ടുള്ളത്. ഗുരുവിനെ കവച്ചു വയ്ക്കുന്ന പാഠവും അർജുനൻ പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ തോന്നലുണ്ട്, തന്നെക്കാൾ മികച്ചവനാണ് അർജുനൻ എന്നുള്ള തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുകയും താൻ ഇന്ന് അതിനൊരു ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് ഇന്നത്തെ യുദ്ധത്തോടു കൂടി ഒരു പാണ്ഡവനെങ്കിലും വകവരുത്തി കാണിക്കണം, തൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 13ാമത്തെ യുദ്ധം അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി വലിയൊരു യുദ്ധതന്ത്രമാണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് അന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പേര് ചക്രവ്യൂഹം എന്നാണ്. ചക്രവ്യൂഹം അല്ലെങ്കിൽ പത്മവ്യൂഹം എന്നാണ്. പത്മവ്യൂഹം അല്ലെങ്കിൽ ചക്രവ്യൂഹം സൃഷ്ടിക്കുന്നത് ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടിയായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ മൊത്തം ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയായിരിക്കില്ല. പ്രധാനപ്പെട്ട ഒരു എതിരാളിയെ മാത്രം കണ്ടുകൊണ്ട് ആ എതിരാളിയെ വകവരുത്താൻ വേണ്ടി ആ എതിരാളിയെ കുരുക്കി ആ ചക്രവ്യൂഹത്തിനകത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അദ്ദേഹത്തെ ലോക്ക് ചെയ്ത് വധിക്കുന്നതാണ് ഈ ചക്രവ്യൂഹത്തിൻ്റെ പ്രത്യേകത. ആ ചക്രവ്യൂഹം നിർമ്മിക്കാൻ ദ്രോണാചാര്യരെക്കാട്ടിലും മികച്ചൊരാൾ അന്ന് ലോകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ സ്ട്രാറ്റജിയാണ് അന്ന് പുറത്തെടുക്കുന്നത്. ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് നോക്കിയാൽ ഡ്രോൺ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചക്രം കണക്കായിരിക്കും. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊരു ചക്രം, അതിനകത്ത് മറ്റൊരു ചക്രം, അങ്ങനെ ചക്രം കണക്കെയാണ് കാണുന്നത്. പത്മവ്യൂഹം എന്ന് പേര് വരാൻ കാരണം ഇതിനകത്തേക്ക് ഒരു പത്മം എന്ന് പറഞ്ഞ ഒരു താമര, ആ താമരയിലേക്ക് ഒരു വണ്ട് വന്നിരുന്ന് തേന് കുടിക്കാമെന്ന് വിചാരിക്കാം. ആ തേനിൻ്റെ രുചി കണ്ട് ആ വണ്ട് ഇങ്ങനെ താമരയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് ഈ താമരയുടെ ഇതളുകളെല്ലാം കൂടി അതിന് മൂടിക്കഴിഞ്ഞാൽ ആ വണ്ടിന് പിന്നെ രക്ഷയില്ല, അല്ലേ? അതവിടെ ലോക്കായി പോകും, അത് ശ്വാസം മുട്ടി മരിക്കും. അത്തരമൊരു സങ്കല്പമുള്ളത് കൊണ്ടാണ് ഇതിനെ പത്മവ്യൂഹം എന്നുകൂടെ പറയുന്നത്. ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതിന് ലോക്ക് ചെയ്ത് ആ വണ്ടിനെ നശിപ്പിക്കുന്ന പോലെ നശിപ്പിച്ച് കളയും. അതാണ് ഈ പത്മവ്യൂഹം. അപ്പോൾ ആ പത്മവ്യൂഹത്തിലേക്ക് ആരെയാണ് ആകർഷിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ അത് യുദ്ധമുഖത്തെത്തിയിട്ടുള്ള ആലോചന. തലേന്ന് 12ാമത്തെ ദിവസം ഇവരെല്ലാവരും കണ്ട് അർജുനനെക്കാട്ടിലും പേടിച്ചിട്ടുള്ള ഒരു യോദ്ധാവ് പാണ്ഡവപക്ഷത്തുണ്ടായിരുന്നു. അത് കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ അഭിമന്യു ആയിരുന്നു. ഈ അഭിമന്യുവിൻ്റെ
വേഗത എന്ന് പറയുന്നത് ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ആ പയ്യൻ അവിടെ കിടന്ന് ആർമാദിച്ച് ഈ കൗരവപ്പടയാകെ നാമാവശേഷമാക്കുന്ന കാഴ്ചകളാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. കൗരവപ്പട ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു ഇവൻ്റെ ഈ ചെയ്തികൾ കണ്ടിട്ട്. പാണ്ഡവരും വണ്ടറടിച്ചിരിക്കുകയായിരുന്നു, എന്തൊരു വേഗതയാണ് ഈ കുട്ടിക്ക് എന്ന്. അർജുനനും യുധിഷ്ഠിരനും ഭീമനൊക്കെ അടങ്ങുന്ന പാണ്ഡവ പട തന്നെ ഇവൻ്റെ ഈ പരാക്രമങ്ങൾ കണ്ട് ഭ്രമിച്ചു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 13-ാം നാൾ യുദ്ധമുഖത്ത് ഈ ചക്രവ്യൂഹം ചമച്ചു നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഈ ശ്രീകൃഷ്ണനെയും അർജുനനെയും അവിടെ നിന്ന് നീക്കണം എന്ന ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം ഇതിനകത്തേക്ക് പ്രവേശിക്കാനും അതിനെ ഭേദിച്ച് പുറത്തു കടക്കാനും കഴിവുള്ള രണ്ടുപേരായിരുന്നു ഇവർ, ഈ അർജുനനും ശ്രീകൃഷ്ണനും. അപ്പോൾ അവരെ ഈ ചക്രവ്യൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ മൊത്തം പൊളി. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ആ യുദ്ധഭൂമിയിൽ വേറൊരു ഏരിയയിൽ വലിയൊരു കലാപം പോലെ ഇന്ന് സംഘടിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ശ്രീകൃഷ്ണനും അർജുനനും അങ്ങോട്ട് പോവാതെ തരമില്ല എന്നുള്ളൊരു സാഹചര്യം വരുത്തുന്നു. അവരങ്ങോട്ട് തീർച്ചയായും പോകേണ്ടി വരുന്നു. ആ പോകുമ്പോൾ തന്നെ അർജുനന് ഒരു ശങ്ക മനസ്സിൽ വരുന്നുണ്ട്. അഭിമന്യു ബഹുദൂരം മുന്നിലാണ് യുദ്ധമുഖത്ത്, എല്ലാവരും തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള പാണ്ഡവന്മാരൊക്കെ പുറകെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ആളിലുണ്ടാകുന്നു, അവനെ നോക്കിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ദുര്യോധനനുണ്ട്, ഭീമനുണ്ട്, എല്ലാവരും ഉണ്ട്, പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും. അപ്പോൾ അവർ നോക്കിക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൽ പോവുകയാണ് അർജുനൻ. അങ്ങനെ അഭിമന്യു അങ്ങനെ നാമാവശേഷമാക്കി മുന്നേറിക്കൊണ്ടിരിക്കും. ഈ അഭിമന്യുവിൻ്റെ മുഖത്ത് ലവലേശം പോലും പേടി എന്ന് പറയുന്ന സംഗതിയില്ല. ഒരാളെ എതിരാളിയെ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഭയം സൃഷ്ടിക്കുക എന്നുള്ള. ഭയം സൃഷ്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ആ എതിരാളി വീണു എന്നാണ് പറയുക യുദ്ധമുഖത്ത്. പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഈ പയ്യൻ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഈ ശത്രുക്കളെ മുഴുവൻ വകവരുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ആൾ വന്നാലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഒരു പേടിയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും തകർത്ത് മുന്നേറുന്ന കാഴ്ച. ഈ പയ്യന് ഇപ്പോഴല്ല, അവൻ ജനിച്ചപ്പോൾ മുതലേ പേടിയില്ല എന്നാണ് പറയുന്നത്. സുഭദ്രയ്ക്ക്, കൃഷ്ണൻ്റെ പെങ്ങളായിട്ടുള്ള സുഭദ്രയ്ക്ക് ഇവൻ്റെ പുറകെ ഓടി കാല് കഴിക്കുന്ന പറയും. കാരണം കുരുന്ന് ബാലൻ വലിയ മരക്കൊമ്പിലേക്ക് കയറുകയും അവിടുന്ന് ഏറ്റവും ആഴമുള്ള പുഴയുടെ ഭാഗത്തേക്ക് ജമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത് വളരെ കുസൃതി നിറഞ്ഞ വളരെ ധൈര്യം കാണിക്കുന്ന പ്രകൃതം അന്ന് മുതലേ തന്നെ ഉണ്ടായിരുന്നു. ഈ വയറ്റിനുള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പല കഴിവുകളും കിട്ടിയിട്ടുണ്ട്. വയറ്റിനുള്ളിൽ ഗർഭിണിയായിരിക്കുന്ന സുഭദ്രയോട് അർജുനൻ ഈ ചക്രവ്യൂഹത്തിനകത്തേക്ക് കടക്കുന്ന കഥകളും വേദിക്കുന്ന കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ സുഭദ്ര ഈ ചക്രവ്യൂഹത്തിനകത്തേക്ക് കടക്കുന്ന സംഗതികൾ കഴിഞ്ഞ സമയത്ത് അവൾ ഉറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഭിമന്യു എന്ന കുരുന്നിന്, ആ ബാലൻ അകത്തേക്ക് പോകാനുള്ള അകത്തേക്ക് പോകുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുകയും പുറത്തേക്ക് വരുന്നത് അറിയാതിരിക്കുകയും ഒരു പാർഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൂഡിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ ചക്രവ്യൂഹം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഡേഞ്ചറാണെന്ന് പറയുകയും, കുഴപ്പമില്ല നീ ഇപ്പോൾ ഞങ്ങൾ പുറകെ ഉണ്ട്, നിനക്ക് എന്തായാലും ഇത് ചക്രവ്യൂഹം ഭേദിക്കാൻ പറ്റും, നീ ഭേദിച്ച് വെക്കോളൂ, ഞങ്ങൾ പുറകെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിമന്യുവിനെ പറഞ്ഞയക്കുന്നത് യുധിഷ്ഠിരൻ തന്നെയാണ് ചക്രവ്യൂഹത്തിനകത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഇവർ പുറകെ തന്നെ പോകുന്നുണ്ട്. ഭീമനും സാത്യകിയും യുധിഷ്ഠിരനും സാത്യകിയും ദ്രൗപദിയുടെ സഹോദരനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനും, അങ്ങനെ എല്ലാവരും ഈ ബാലൻ്റെ പുറകെ തന്നെ. കാരണം ഈ ബാലനാണ് നയിക്കുന്നത്. ബാലൻ്റെ വേഗതയിലെത്താൻ, ആ സ്പീഡിലെത്താൻ മറ്റാർക്കും കഴിയുന്നില്ല. അത്രയും വേഗത്തിലാണ് ഈവൻ അവരെ നിലംപരിശാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു കൗതുകത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു ഇവർ. യുദ്ധം ചെയ്യുന്നതിനോടൊപ്പം ഇവൻ്റെ ചേഷ്ടകൾ കണ്ടു നിൽക്കാനായിരുന്നു ഇവർക്ക് കൗതുകം ഉണ്ടായിരുന്നു. ഇവൻ ബഹുദൂരം മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്നു, ഇവർ ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നു. ആ സമയത്ത്
ജയദ്രഥൻ ഒരു മല കണക്കെ വന്ന് ഇവരെ മുന്നോട്ടുള്ള ആ പോക്കിനെ തടയിടുന്നു. ജയദ്രഥൻ മഹാശക്തിശാലിയാണ്. ഈ ജയദ്രഥൻ്റെ അച്ഛൻ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട്. ജയദ്രഥൻ്റെ തല ആരാണോ കൊയ്യുന്നത്, ആരാലാണോ ജയദ്രഥൻ്റെ തല താഴെ വീഴുന്നത്, അവരുടെ തല 100 കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചിതറുമെന്നുള്ള വരം ജയദ്രഥൻ്റെ അച്ഛൻ പുത്രസ്നേഹത്താൽ ഇവൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ഇവൻ്റെ തലയിൽ കിരീടം വെച്ചു കൊടുത്ത് രാജ്യഭാരം ഏൽപ്പിച്ച് രാജാവാക്കിയിട്ട് ജയദ്രഥൻ്റെ അച്ഛൻ തപസ്സിന് പോവാണ്. അങ്ങനെ തപസ്സിന് പോയിട്ട് വരം വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ വിചിത്രമായിട്ടുള്ള വരം. തൻ്റെ മകൻ വധിക്കപ്പെടരുത് ആരാലും എന്നുള്ള വരം. അപ്പോൾ എല്ലാവർക്കും അത് കൂടാതെ തന്നെ ഇയാൾ മഹാശക്തിശാലിയും കൂടാണ്. അതുകൊണ്ടാണ് ഇവരെ തടഞ്ഞു നിർത്താനും കൂടെ കഴിയുന്നത്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വരം കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേറൊരു വരം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പാണ്ഡവരെ ഒരു ദിവസം ജയിക്കാൻ വേണ്ട വരം വാങ്ങിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഈ ചങ്ങാതിക്ക് ഒരു ഫ്ലാഷ് ബാക്ക്, ഇവർക്കും ഈ പാണ്ഡവർക്കും ഈ ജയദ്രഥൻ തമ്മിൽ ഒരു അടങ്ങാത്തൊരു പക മുന്നേ ഉണ്ട്. ഈ ജയദ്രഥൻ ഈ ദുശ്ശളയുടെ ഭർത്താവാണ്. 101 മക്കളിൽ ഒരുവളായിട്ടുള്ള ദുശ്ശളയുടെ ഭർത്താവാണ്. ഒരേ ഒരു അളിയനാണ്. ഈ 100 പേരുടെ ഒരേ ഒരു അളിയനാണ്. അപ്പോൾ ഈ പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ദ്രൗപദി കുളിക്കാൻ വേണ്ടി ഒരു പുഴയിലേക്ക് ഇറങ്ങുന്നു. ഇവളുടെ ഈ കുളിസീന് കണ്ടുവരുന്ന ജയദ്രഥൻ അവിടെ വേട്ടയ്ക്ക് എന്തിനോ ആ വഴിക്ക് പോകുമ്പോൾ ഈ ദ്രൗപദിയുടെ കുളിക്കുന്ന ദൃശ്യം കാണുകയും അവളിൽ ആകൃഷ്ടയാകുകയും അവളുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതറിഞ്ഞ് ഓടി വന്ന ഭീമനും അർജുനനും ഒക്കെ കൂടെ ജയദ്രഥനെ നിലംപരിശാക്കി അടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ യുധിഷ്ഠിരൻ്റെ വാക്കാണല്ലോ അവസാന വാക്ക്. അപ്പോൾ ദുശ്ശള എന്നുള്ളത് നമ്മളെയും കൂടെ പെങ്ങളല്ലേ, അവളുടെ ഭർത്താവാണ്. തെറ്റ് ചെയ്താലും അവനെ വധിക്കുക എന്നുള്ളത് അവളെ വിധവയാക്കുക എന്നുള്ളത് പറയുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ മുട്ടുകള ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ദുര്യോധനനും യുധിഷ്ഠിരൻ അവന് ജീവൻ തിരിച്ചു നൽകുകയാണ്. അപ്പോൾ തന്നെ ദ്രൗപദി പറയുന്നുണ്ട്, തീ കനലായിരിക്കുമ്പോൾ തന്നെ അത് കെടുത്തില്ലെങ്കിൽ ആ കാട് മൊത്തം നശിപ്പിക്കും. നിങ്ങളിപ്പോൾ അവനെ വിട്ടതിന് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും എന്ന് ദ്രൗപദി പറയുന്നുണ്ട്. പക്ഷെ അതാരും ചെവിക്കൊണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധമുഖത്ത് അത് സംഭവിക്കുന്നു. ആ തീ ആളിക്കത്തി ഇവരെ നിർത്തിയിരിക്കുന്നു. ആ ബാലകൻ, ആ കുരുന്ന് പയ്യൻ ആ ചക്രവ്യൂഹത്തിനകത്തേക്ക് കയറിപ്പോയി പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം. അവൻ പെട്ട ഭാവമൊന്നുമില്ല. അവൻ്റെ മുഖത്ത് ആ പുഞ്ചിരി മായുന്നേയില്ല. അവൻ്റെ മുന്നിലേക്ക് വരുന്ന കർണനായാലും ദുര്യോധനായാലും ശകുനി ആയാലും ദുശാസനെയൊക്കെ നാണം കെടുത്തി വിടുന്നുണ്ട്. കർണൻ്റെയൊക്കെ കവചകുണ്ടലം തകർത്തെറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം അദ്ദേഹം ഒറ്റയ്ക്കായിട്ട് പോലും അദ്ദേഹം തളരുന്നില്ല, പുഞ്ചിരി മായുന്നില്ല. അദ്ദേഹം ഒരു കൂസലുമില്ലാതെ ഇത്രയും മഹാരഥന്മാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ദുര്യോധൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണനെ എയ്ത് വീഴ്ത്തുന്നു, തല ചിതറിച്ച് കൊല്ലുന്നു. അപ്പോൾ അത്തരം വീരശൂര പരാക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവൻ വിട്ടുകഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കൗരവപ്പടയും മൊത്തം നാമാവശേഷമാക്കുമെന്ന് പേടിക്കുന്നുണ്ട് കൗരവപ്പട. അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധ നിയമങ്ങളെല്ലാം മറന്ന് കർണനും ദുര്യോധനും ശല്യരും അശ്വത്ഥമാവും ദ്രോണരും അടങ്ങുന്ന വലിയ 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 മേരുക്കളുടെ സംഘം ഈ ബാലകനെ, 16 വയസ്സ് മാത്രം പ്രായമുള്ള ബാലകനെ ചുറ്റും വളഞ്ഞു നിന്ന് ആക്രമിക്കുകയാണ്. ആ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ട് പുറകെ നിന്ന് ആക്രമിക്കാൻ പാടില്ല, ആയുധം താഴെ വെച്ചവനെ അല്ലെങ്കിൽ വീണവനെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ യുദ്ധ നിയമങ്ങളുണ്ടല്ലേ. നമ്മൾ രാമായണത്തിൽ കണ്ടിട്ടുണ്ട്. രാമായണത്തിൽ എന്താ പറയുക, രാവണൻ്റെ തേര് നശിച്ചപ്പോൾ അല്ലെങ്കിൽ ആയുധം നഷ്ടപ്പെട്ടപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, നീ ഇന്ന് പോയി നാളെ വാ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ കഥകളൊക്കെ നമ്മൾ അറിയുന്ന അത് യുദ്ധ നിയമങ്ങൾ അന്ന് ത്രേതായുഗത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ ഈ ദ്വാപര യുഗത്തിൽ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അതെല്ലാം മറക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒരിക്കൽ കൂടി ഈ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അഭിമന്യുവിന് പുറകിൽ നിന്ന്
വീഴ്ത്തി തലയടിച്ച് പിളർത്തി കൊല്ലുന്നു എന്നാണ് പറയുന്നത്. ആ ബാലകൻ്റെ ആ ചെയ്തികൾ അവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ അഭിമന്യു മരിച്ചു വീഴുന്നത്. അപ്പോൾ ഇതറിഞ്ഞതോടുകൂടി പാണ്ഡവർ മൊത്തം തകർന്നു പോകുന്നു, എല്ലാവരും പൊട്ടിക്കരയുന്നു. അർജുനൻ ആ കലാപങ്ങളൊക്കെ അടക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവരെല്ലാം വീണ് കിടന്ന് കരയുന്ന കാഴ്ചയാണ് അർജുനൻ കാണുന്നത്. അർജുനൻ്റെ ഉള്ളിൽ ആ ആളിൽ വീണ്ടും ഒന്നുകൂടെ ഉണ്ടായി, അഭിമന്യുവിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഈ അഭിമന്യു മുന്നേറിപ്പോയിക്കൊണ്ടിരുന്നതാണ്. ഇവരിങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ എന്തോ വലിയ ആപത്ത് സംഭവിച്ചു എന്ന് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിളി പോലെ തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം മരിച്ചു എന്നറിഞ്ഞ ശേഷം അർജുനൻ ആകെ തകർന്ന് തരിപ്പണമായി, ഇനി ഒന്നിനും ശക്തിയില്ല എന്നുള്ള നിലയ്ക്ക് തകർന്നു പോകുന്നു. ആ തകർന്ന് കരഞ്ഞ് തളരുന്ന ആ അർജുനനെ എങ്ങനെയാണ് ഇനി തിരിച്ചു കൊണ്ടുവരിക? ഇനി യുദ്ധം ജയിക്കാൻ സാധ്യതയില്ല. കാരണം അർജുനൻ തളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തകർന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, മാനസികമായിട്ട് ഒരാളെ തകർത്തു കഴിഞ്ഞാൽ, പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധം എതിരാളി ജയിക്കും. അപ്പോൾ അത്തരം ഒരു തകർച്ചയിലേക്കാണ് പാണ്ഡവപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, അത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, അർജുന, നീ ഇപ്പം തളർന്നിരുന്നു കഴിഞ്ഞാൽ, നിൻ്റെ മകനെ കൊന്നവരോടുള്ള പ്രതികാരം പകയാക്കി നീ മാറ്റാതിരുന്നാൽ നമ്മൾ ഈ യുദ്ധം ജയിക്കില്ല, പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ആരാണോ നിൻ്റെ മകനെ കൊല്ലാൻ കാരണമായിട്ടുള്ളവർ, അവരോടുള്ള പക അത് നീ വളർത്തണം, അല്ലാതെ നിൻ്റെ സങ്കടമല്ല വളർത്തേണ്ടത്. നീ തളരുകയല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് അർജുനനെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ അർജുനൻ പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേറ്റിട്ട് പെട്ടെന്നൊരു ശപഥം ചെയ്യുന്നുണ്ട്. ആരാണോ എൻ്റെ മകൻ്റെ മരണത്തിന് കാരണമായത്, അടുത്ത സൂര്യാസ്തമയത്തിനുള്ളിൽ അവൻ്റെ തല ഞാൻ എടുത്തിരിക്കും, അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ തല സ്വയം അറുത്ത് ആത്മഹത്യ ചെയ്യും എന്ന് അർജുനൻ ശപഥം ചെയ്തു. ഇത് കേട്ടപ്പോൾ പാണ്ഡവരെല്ലാവരും ഒന്നുകൂടെ വരച്ചു പോകുന്നു, ഒന്നുകൂടെ പേടിയാകുന്നു. കാരണം അതിന് കാരണക്കാരൻ ജയദ്രഥനാണ്. ജയദ്രഥൻ ഇവരെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു അല്ലേ അഭിമന്യുവിൻ്റെ മരണം. അപ്പോൾ ഈ ജയദ്രഥനാണ് ഇതിന് പ്രധാന കാരണം എന്ന് കണ്ടുകൊണ്ടാണ് അർജുനൻ ആ ശപഥം ചെയ്തിട്ടുള്ള ജയദ്രഥൻ്റെ തല ഞാൻ എടുക്കുന്നുള്ളത്. ഇത് കേട്ടപ്പോൾ പാണ്ഡവർക്ക് വിഷമം തോന്നിയെങ്കിലും കൗരവർക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ഈ ഒരു ദിവസം ജയദ്രഥനെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു കഴിഞ്ഞാൽ സ്വയം അർജുനൻ ഇല്ലാതാവും. ആ ഇല്ലാതാവുന്നതോടുകൂടി പാണ്ഡവരുടെ കഥയും കൂടെ അവസാനിക്കും, നമ്മൾ യുദ്ധം അനായാസേന ജയിക്കും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി കൗരവർ പറയാണ്. അപ്പോൾ അടുത്ത ദിവസം ഈ ജയദ്രഥനെ ഒളിപ്പിക്കാനുള്ള കിടങ്ങുകളും മറ്റും ഈ യുദ്ധമുഖത്തൊക്കെ അവിടെ ഉണ്ടാക്കി. ഏത് കിടങ്ങിലാണ് ഇയാൾ ഉള്ളത് എന്ന് കണ്ടെത്താനാവാത്ത വിധം കിടങ്ങുകൾ അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ജയദ്രഥനെ തേടിയുള്ള നടപ്പിലായി അടുത്ത ദിവസത്തിൽ യുദ്ധമുഖം മുഴുവൻ. ആർക്കും തന്നെ അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആകെ എല്ലാവരും വിഷമത്തിലാകുന്നു. യുദ്ധം പുരോഗമിക്കുന്നുണ്ട്, പക്ഷേ ജയദ്രഥനെ കയ്യിൽ കിട്ടുന്നില്ല, ജയദ്രഥനെ കാണാനില്ല. സമയം അടുക്കുന്നു, സന്ധ്യയോടെ അടുക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ജയദ്രഥനെ കൊല്ലാതിരുന്നാൽ അർജുനന് വാക്ക് പാലിക്കേണ്ടി വരും, സ്വയം തലയറുത്ത് മരിക്കേണ്ടി വരും എന്നുള്ള ഘട്ടം വരുന്നു. അവിടെ നമ്മുടെ ശ്രീകൃഷ്ണൻ ഒരു ബുദ്ധി കൂടെ പ്രയോഗിക്കുന്നു. തൻ്റെ ചക്രത്താൽ സൂര്യനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് അസ്തമിച്ചതുപോലെ ആക്കുന്നു, മറച്ചു നിർത്തി അസ്തമയം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ കിടങ്ങിൽ ഒളിച്ചിരുന്ന ജയദ്രഥൻ ഇത് കണ്ടതോടുകൂടി സൂര്യൻ അസ്തമിച്ചു എന്ന് കണ്ടിട്ട് അവിടുന്ന് പൊട്ടി തെറിച്ച് വരികയാണ് മൂപ്പര്. അങ്ങനെ ജമ്പ് ചെയ്ത് ആ കിടങ്ങിന്ന് തെറിച്ച് വരുന്നു എന്നാണ് പറയാം. അത്രയും സന്തോഷത്തോടെ ആവേശത്തോടെ മൂപ്പര് അതിനകത്തുനിന്ന് പൊങ്ങി വന്നു, അട്ടഹസിച്ചുകൊണ്ട് നമ്മൾ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ആ ചക്രം പിൻവലിക്കുന്നത്. അതോടുകൂടി ജയദ്രഥൻ്റെ ചിരിമാഞ്ഞു. അവന് അബദ്ധം മനസ്സിലായി. നമ്മൾ ആഘോഷിക്കാനുള്ള സമയത്തല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പാലിക്കേണ്ട
ചില അച്ചടക്കമാണ്. നമ്മൾ ആഘോഷിക്കാനുള്ള സമയമായോ എന്നറിയാതെ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. അതിന് ശേഷമായിരിക്കും അതിൻ്റെ പുറകിലുള്ള അബദ്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുക, അല്ലേ? ചിലപ്പോൾ അത് ആഘോഷിക്കേണ്ട സമയമായിട്ടുണ്ടാവില്ല. അത്തരമൊരു സാഹചര്യമാണ് ജയദ്രഥനുണ്ടാവുന്നത്. ജയദ്രഥൻ ആകെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അർജുന, അവൻ്റെ തല മണ്ണിൽ നീ കാരണം വീഴരുത്. അതുകൊണ്ട് അവൻ്റെ അച്ഛൻ ഈ കുരുക്ഷേത്ര ഭൂമിയുടെ അപ്പുറത്ത്, കുറച്ച് മാറിയപ്പുറത്ത് 2 കൈ നീട്ടി തപസ് ചെയ്യുന്നുണ്ട് തൻ്റെ മകൻ്റെ ജീവന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ചെന്ന് വീഴണം ഇവൻ്റെ തല. അതുകൊണ്ട് ഒരമ്പ് പുറകെ വേറൊരമ്പ്, മറ്റൊരമ്പ് എന്നുള്ള കണക്കിൽ ഇവൻ്റെ തലയെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ. അർജുനൻ അത് അനുസരിക്കുന്നു. ആദ്യം ഒരമ്പ് വിടുന്നു, എൻ്റെ തലയെടുത്തുകൊണ്ട് പറക്കുന്നു അമ്പ്. മറ്റൊരമ്പ് പോകുന്നു, ആ തല കുറച്ചുകൂടെ നീക്കിക്കൊണ്ട് പോകുന്നു. മറ്റൊരമ്പ് അങ്ങനെ വിട്ട് ഈ ജയദ്രഥൻ്റെ അച്ഛൻ തപസ് ചെയ്യുന്ന കാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെന്ന് ഈ തല വീഴുന്നു. കണ്ണു തുറന്ന് നോക്കി അദ്ദേഹം ഞെട്ടി അദ്ദേഹം അയ്യോ എന്ന് പറഞ്ഞ് ഈ തല താഴെയിടുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ തല 100 കഷ്ണങ്ങളായി പൊട്ടിച്ചെതറി അദ്ദേഹം മരിക്കുന്നു എന്നാണ് കഥ. അപ്പോൾ ഈ ജയദ്രഥനെ കൊന്നതോടുകൂടി അർജുനൻ്റെ പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു ശപഥം നിറവേറ്റി. അഭിമന്യു മരിച്ച് ഒരു ദിവസം തികയുന്നതിന് മുമ്പ്, അടുത്ത അസ്തമയത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പക കൂടെ തീർക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊന്നവരെ കൊല്ലാൻ കാരണമായ ജയദ്രഥനെ കൂടെ കൊല്ലുന്നുണ്ട്. അതാണ് അഭിമന്യുവിൻ്റെ കഥയായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ.